അല്ല ഞാൻ ഇവരില്ലാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല ശരിക്കും സത്യത്തില്. നിർദോഷമായ നുണകളൊക്കെ പറയണതൊക്കെ ഇനി വിട്ടുകളെ, ഞാൻ തിരുത്താൻ നിൽക്കില്ലേന്ന്. പക്ഷെ ഇതൊക്കെ പറയണേക്കുമ്പോഴേ ഒരു വെറൈറ്റി പാചകമാണ് ചെയ്യാം. പാമ്പ് പിടുത്തക്കാര്, പട്ടി പിടുത്തക്കാര്, കൊളക്കോഴി പിടുത്തക്കാര്, ഉടുമ്പ് പിടുത്തക്കാര് തന്നെ ഇടിക്കേന്റെ ഹാർട്ട് വേണ്ട ചേട്ടാ. നോക്കിയോട്ടേട്ടാ, നാളികേരം കൊത്ത് സരിതയില് കുറവായി. എനിക്ക് നാളികേരം കൊത്ത് കൂടുതൽ വേണം. അവരവർക്ക് വീട്ടില് ഇതൊക്കെ വാങ്ങിച്ചിട്ട് പാചകം ചെയ്ത് കഴിച്ചാ പോരെ. എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കറുപ്പയ്യണ്ണൻ്റെ മരുമോണ്ട്. എന്നാ കറുപ്പയ്യണ്ണൻ്റെ മരുമോൻ്റെ പേരുന്ന മുത്തുകുമാർ. മുത്തുകുമാറാണ് ഇപ്പം നമ്മുടെ അടുത്ത് നാളികേരം തെങ്ങിമ്പിൽ നിന്ന് നാളികേരാൻ വരുന്നത്. എല്ലാ വീട്ടിലും കയറി വരുന്നത് ആളിനിടാം. അപ്പോൾ ആളോട് കരിക്കിടാൻ പറഞ്ഞു. കരിക്കിടാൻ പറഞ്ഞപ്പോൾ കരിക്കിട്ട് തന്നു, ആൾ പോയി. എന്നിട്ട് ആ കരിക്ക് വെട്ടി കുടിച്ചതൊക്കെ എല്ലാവരും ഞങ്ങളൊക്കെ വെട്ടി കുടിച്ചു. പക്ഷേ അത് വെട്ടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കരിക്കിൻ്റെ ഉള്ളിലത്തെ ഇതിൽ കാമ്പ് അത് ഇത്തിരി മൂപ്പായിട്ടുണ്ട്. മൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ അതിലത്തെ ഒക്കെ ഒരു 6-7 കരിക്കിൻ്റെയാണ് ഇതൊക്കെ വെട്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലത്തെ വെള്ളം ഭയങ്കര ടേസ്റ്റാ, ഭയങ്കര തരിപ്പ്. ഇത് മൂപ്പ് അല്ല, ഇത് മൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര നോക്കിയാ. ഈ സാധനം നാടൻ കോഴിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പോത്തിറച്ചിയിൽ ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അല്ല ചാർലിക്ക് മനസ്സിലായി ഇതെന്തുടന്ന് എടാ, ഭയങ്കര ടേസ്റ്റല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചു. ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം സാധാരണഗതിയിൽ കുറേ ആളുകൾ വീടുകളിലുള്ളവരൊക്കെ ഫാമിലിയായിട്ട് ടൗണിലേക്ക് പോയി ഹോട്ടലിൽ കയറി അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ പോകണില്ല, ഞങ്ങൾ വീട്ടിൽ പാചകം ചെയ്യാൻ വിചാരിച്ചു. കാലത്ത് ബീഫ് വാങ്ങിച്ചുകൊണ്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചത് കഷ്ണങ്ങളാക്കിയിട്ട് ഇരിക്കുന്നുണ്ടോ. അതും ഇതും ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സരിത ചപ്പാത്തി വരത്താന്ന് പറഞ്ഞു. അതായത് അല്ലെങ്കിൽ വല്ല ഹൈലൈറ്റ് മാളിലേക്ക് എവിടേക്കൊക്കെ പോകാന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്തിനിങ്ങനെ നോണ പറയണേ. ഞങ്ങളങ്ങനെ ഞായറാഴ്ച ദിവസം ഹോട്ടലിലേക്ക് പോവുക ഭക്ഷണം കഴിക്കുക ചെയ്യാറില്ല കേട്ടോ. അമ്പലത്തിലേക്ക് എങ്ങാനും രാവിലെ പോവുകയാണെങ്കിൽ വരുന്ന വഴിക്ക് ചിലപ്പോൾ ഹോട്ടലിലേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ മസാല ദോശ, നെയ് റോസ്റ്റ് പോലെ വല്ലതും കഴിക്കുന്നല്ലാതെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊന്നൊന്ന് പുറത്ത് പോയിട്ട് കറങ്ങിയിട്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാന്നിട്ട് ഇന്നേ വരെ പുറത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ പോയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിനൊക്കെ പോയിട്ടൊക്കെ വരണ വഴിക്ക് ചേട്ടാ വരണ വഴിക്ക് ചോദിക്കും വീട്ടില് ഫുഡ് ഉണ്ടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ചേട്ടാ വീട്ടിലൊന്നും ഇല്ല ചേട്ടാ, അത് ഞാൻ അക്കാദമിക്ക് ഞായറാഴ്ച പോവില്ലോ. അങ്ങനെയൊക്കെ ആവുമ്പോ കഴിക്കും എന്നുള്ളോട്ടാ. ഹൈലൈറ്റ് മാളിലേക്ക് ഇവിടെ തൊട്ടടുത്തേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ കുഞ്ഞു കുഞ്ഞു നിർദോഷമായ നുണകളൊക്കെ പറയണതൊക്കെ ഇനി വിട്ടുകളെ, ഞാൻ തിരുത്താൻ നിൽക്കില്ലേന്ന്. പക്ഷെ ഇതൊക്കെ പറയണേക്കുമ്പോഴേ എന്താണ് പോയിവിടെ പോവൊക്കെ ചെയ്യാം. അപ്പൊ സരിത പാചകം ചെയ്യാൻ പോണു, ഞാനല്ല പാചകം ചെയ്യുന്നുട്ടാ. എനിക്ക് ഈ നാളികേരം തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി. ദൈവമേ, നാളികേരം ലാസ്റ്റാണ് ഇതിലിടുള്ളൂ, അപ്പോഴത്തേക്ക് ഇത് ഉണ്ടാവോ? കുറേ ഉണ്ട്. തുടങ്ങാം. ഇതിന് ഉള്ളി ഇഞ്ചി സാധനങ്ങളൊക്കെ ചതയ്ക്കണം. അത് വെറുതെ നന്നാക്കി കൊണ്ടിട്ടുള്ള ചതയ്ക്കണം. അത് ഒരു വെറൈറ്റി പാചകമാണ് ചെയ്യാൻ പോണത് സരിത. അങ്ങനെയൊന്നുമില്ല, റീൽസ് കണ്ടപ്പോൾ എനിക്കത് നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നി, അതുകൊണ്ട് ചെയ്യുന്നു. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചുമന്നുള്ളിയാണ് എനിക്ക് വേണ്ട കേട്ടാ, സബോളയല്ല. നിറച്ചെടുത്തിട്ടുണ്ട് നമ്മൾ, ഏകദേശം ഒരു 3/4 കിലോ 1 കിലോന്റെ അടുത്ത് ഇറച്ചിയെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇത്രയ്ക്ക് ചുമന്നുള്ളി വേണം. ഇതൊക്കെ ചതയ്ക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതയ്ക്കണം. കേട്ടോ. ഇതല്ല, ഇത്രയും ഐറ്റംസ് ചതയ്ക്കണം. അപ്പം അതാണ് ആദ്യം ചെയ്യാൻ. അമ്മീമ്മ ചതയ്ക്കാൻ പോണ ചതച്ചോ. ഞാനാണ് കഴിക്കിട്ട് ചേട്ടാ. അമ്മ കഴിക്കിട്ട് ഞാനാ. നല്ല രസം ഇവിടെ പുല്ല് വെട്ടി കഴിഞ്ഞപ്പോഴേ നല്ല വിശാലത. ഞാൻ നേരത്തെ പറഞ്ഞതേ നാടകമൊക്കെ നമ്മൾ കാണാൻ പോലോ വൈകുന്നേരം നാടകം ഞായറാഴ്ചകളിലേ. അപ്പോൾ ഇവരും കൂടിയിട്ട് പോവും. അങ്ങനെ അവിടെ എല്ലാവരും കൂടി ജയന്തി, പ്രേമൻ എല്ലാവരും നാടകക്കാരെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് ഞായറാഴ്ചകളായിട്ട് ചേട്ടൻ പെട്ടെന്ന് ഒരു 4 മണിയാകുമ്പോൾ ഡ്രസ്സ് മാറി ഒരൊറ്റ പോക്കാ. ആ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. രംഗോത്സവത്തിന് നാടകം ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്. അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കാണ് പോവാറ്. എന്നിട്ട് പിന്നെ ഒരു 7:30 ആകുമ്പോൾ എനിക്കറിയാം ഒരു കോള് വരുന്നറിയാം. മീറ്റിംഗ് കഴിഞ്ഞ് 6 മണിയുടെ നാടകമൊക്കെ കഴിയുമ്പോൾ ഒരു 7:30 ആകുമ്പോൾ എന്തിട്ടേലും വാങ്ങിച്ചോണ്ടിരുന്നാ ചോദിച്ചിട്ട്. അതാണ്. അപ്പം ഞാൻ ഇവര് ക്യാൻറ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാവേ. അപ്പം ചേട്ടനൊരു ഉൾക്കുത്ത് വരും. അയ്യോ
സരിതയും ജഗ്ഗും അല്ല ഞാൻ ഇവരില്ലാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല ശരിക്കും സത്യത്തില്. വേറെ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ആകെ വാങ്ങിച്ചോണ്ടതാ കൊത്തു പൊറോട്ട. ചതച്ചോ. അപ്പം ഞാൻ അത് ചതക്കട്ടെ കേട്ടാ. ഒരു പ്ലേറ്റാ പാത്രം തൊട്ടേലും എടുക്കുമോ ചതച്ചിടാൻ? പ്ലേറ്റ് വേണോ? കൊളക്കോടിയുടെ സൗണ്ട്. ആ കൊളക്കോഴി ചേക്കേറാനുള്ള പരിപാടിയാണ്. കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ വൈകുന്നേരം ഈ കൊളക്കോഴിയുടെ ശബ്ദം അങ്ങനെ കേൾക്കും സരിത. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇറയത്ത് ഞങ്ങൾ ഇരിക്കും. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വീടിൻ്റെ മുന്നിൽ പാടാണ്. അപ്പോൾ ഇങ്ങനെ പല പല ജീവികളുടെ ശബ്ദം കേൾക്കും. ഈ കൊളക്കോഴിയുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദം. കണ്ടമാനം കൊളക്കോഴികളുണ്ടാവും. ഇന്നത്തെ പോലെ നല്ല ഇവരുകളൊക്കെ നാമാവശേഷമായി തുടങ്ങിയില്ല. ഇതൊക്കെ എന്നിട്ട് ഈ റെഡ് കാറ്റഗറിയിൽ പെട്ടുള്ള സാധനം. ഇതിന് പിടിക്കാൻ പാടില്ല. 7 കൊല്ലം തടവാന്തമുണ്ട് കൊളക്കോഴിനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അന്ന് ഈ കൊളക്കോഴിയുടെ സൗണ്ട് അപ്പോൾ ഇറയത്ത് ഇങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മഴക്കാലായി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് അല്ലേ? ഭയങ്കര ലഹള കേൾക്കും അവിടെ നിന്ന്. അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അറിയത്ത് ഇങ്ങനെയായിട്ട് പാടത്തേക്ക് നോക്കിയിരിക്കും. ഒന്നുമില്ല, റേഡിയോയിലത്തത് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ കൊളക്കോഴി ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മൾ അമ്മോട് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ ഈ കൊളക്കോഴിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആ സമയത്തേക്ക് ഒരു തവണ രാത്രിയില്ല പകല് കൊളക്കോഴിനെ പിടിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവർ ഈ വലിയ വരമ്പുകളുണ്ട് കേട്ടോ, അങ്ങനെ തോട്ട് വരമ്പ്, നെൽകൃഷി ഉണ്ടാവും. ഈ കൊളക്കോഴി പോകുന്ന റൂട്ടുകൾ ഈ കൊളക്കോഴി പിടുത്തക്കാർക്ക് അറിയാം. അവർക്ക് പ്രത്യേകമായിട്ട് അറിയാം. അവർ ഈ നെല്ലിൻ്റെ ഇടയിലേക്കാണ് ഈ കൊളക്കോഴി ഇങ്ങനെ വരമ്പ് കൂടെ ഓടി വന്നിട്ട് ഈ നെല്ലിൻ്റെ ഇടയിലേക്ക് ഒറ്റ പോക്ക പോകും. അപ്പോൾ ഇവർക്ക് ഈ പോണ റൂട്ടുകളൊക്കെ ഈ കൊളക്കോഴിക്കാർക്ക് അറിയാം, അല്ല ഈ കൊളക്കോഴി പിടുത്തക്കാർക്ക് അറിയാം. തവളപ്പിടുത്ത അന്ന് കുറേ ടൈപ്പ് പിടുത്തക്കാർ വരും. പാമ്പ് പിടുത്തക്കാര്, പട്ടി പിടുത്തക്കാര്, കൊളക്കോഴി പിടുത്തക്കാര്, ഉടുമ്പ് പിടുത്തക്കാര്, തവള പിടുത്തക്കാര്, കൊക്കിനെ പിടിക്കാൻ വരുന്നവര്, അങ്ങനെ കുറെ എല്ലാ ജീവിലും പിടിക്കാൻ വരുന്ന ആളുകളുണ്ടാവും. പട്ടിപ്പിടുത്തക്കാര് നല്ല കടുത്ത വേനൽക്കാലത്തായിരിക്കും. ഈ ഇവരൊക്കെ വർഷകാലത്തായിരിക്കും വരാ. അതൊന്നല്ല, വേറെ ടീമുകൾ വരും. കൂട്ടാൻ പട്ടിപ്പിടുത്തക്കാര് കോർപ്പറേഷൻ്റെ അല്ല, പട്ടിപ്പിടുത്തക്കാര് വരാറുണ്ട്. അവരെന്താ പട്ടിപ്പിടുത്തക്കാരല്ല, ഉടുമ്പ് പിടുത്തക്കാര്. ഉടുമ്പിനെ പട്ടീനെയും കൊണ്ടിട്ട് അവര് വരും. ഉടുമ്പുകളെ പിടിക്കാനായിട്ട്, ചെറിയ ഉടുമ്പുകളിനെ അറിയില്ലേ, അതിനെ പിടിക്കാനായിട്ട്. കീരി പിടുത്തക്കാര് കുറെ ടീമുകളുണ്ട്. മരപ്പട്ടി കീരപ്പട്ടി എന്നില്ലേ. അപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊളക്കോഴി പോണ റൂട്ടിൽ കുടുക്ക് വയ്ക്കും. കുടുക്ക് ശരിക്കും കൊളക്കോഴി പോകുമ്പോൾ അതിൽ പെടും. എന്നിട്ട് ഇവർക്ക് ഒരു കൊട്ടയുണ്ട്. ഈ പുറത്ത് ഇങ്ങനെ ഒരു അതായത് കഴുത്ത് വട്ടം അല്ല തലയുടെ അവിടെ വട്ടം കുറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ള ഒരു ആ കൂട പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് പുറത്തിട്ടിട്ട് അവർ വരാം. എന്നിട്ട് അതിലേക്ക് പിടിച്ചിട്ടാണ്ട് ഇവരിടും. അത് കുറേ എണ്ണത്തിനെ ആകുമ്പോൾ അവർ കുടിച്ചുകൊണ്ടു പോകും. അങ്ങനെയാണ് അവരെ കൊളക്കോഴി. പക്ഷെ ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് എനിക്കറിയില്ല, നമുക്കൊന്നും അറിയില്ല. അല്ല അപ്പൊ ഇവറ്റാളുടെ ശബ്ദം കണ്ടമാനം കേൾക്കുന്ന പറയാ വൈകുന്നേര സമയങ്ങളിൽ വിരിഞ്ഞിട്ട് ഇവിടെ കിടന്ന് നടക്കണത് നമ്മള് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അല്ല നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ എടുത്തപ്പോഴേ ഇതൊരു കനം കൂടി തന്നെ ഇടിക്കതിന്റെ ഹാർട്ട് നമ്മളിങ്ങനെ പിടിച്ചപ്പോഴേ വിട്ടു. അതിവിടെ ഈ കുഞ്ഞുങ്ങളായിട്ട് തള്ളയിട്ട് കിടന്ന് നടക്കണതായിരുന്നു. നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും കോഴിക്കുട്ടികള് വിരിഞ്ഞിറങ്ങിയ പോലെ കുട്ടികളെ കണ്ട 4 കുട്ടികളായിരുന്നു. 4 കുട്ടികള് ഈ കാണാറ്റില്ല അവറ്റകള് വിരിയ. ഈ കാണാറ്റില് മലമ്പാമ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടുകളൊക്കെ പിടിച്ചേനില്ല ഇപ്പൊ ഇത്ര ആൾക്കുള്ളില് അല്ലേ? മലമ്പാമ്പൊക്കെ അന്നേ കേറിപ്പോയി തോന്നുന്നുണ്ട്. അതൊരു സ്ഥലത്തേക്കും കയറി പോവില്ലേ, അത് എങ്ങടെ പോവാ? ഈ വലിയ പങ്കുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അല്ല ചെറുപ്പത്തിലേ അച്ഛനമ്മമാരൊക്കെ കൊളക്കോഴി കഥകള് അതൊന്നും ഓർമ്മയിലിരിക്കും. കുഞ്ഞിതായിരിക്കുമ്പോ ഓരോ കഥകള് അച്ഛനമ്മമാർ പറഞ്ഞു തരില്ലേ, അതന്നെ. അവർക്ക് വേപ്പലേ ഇവിടെ പുല്ല് വെട്ടിപ്പോൾ കംപ്ലീറ്റ് അടിയിലുള്ളതൊക്കെ അവർ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു, വൃത്തിയായി കിടക്കാനായിട്ടേ. ഈ മോളിൽ നിന്ന് വേപ്പില പൊട്ടിക്കണം. ഷാർലിയും ഇമ്രാനും മേലിക്കൊക്കെ തെറിക്കുണ്ടല്ലേ. ആരാ നിന്റെ മേലിക്ക? നിനക്ക് മറ്റേ സാധനം ബൗള് അല്ല ഇതെന്ന് പറയാനെ ഏപ്രൺ വെക്കാറുന്നില്ലേ? അതും ലൈറ്റ് കളർ ഡ്രസ്സും. സരിതേ മേത്തി തെറിക്കാണ്ട് ആ സാധനം ഇട്ട് വരുന്നത് ഇമ്രാൻ ചെയ്ത പണിയാ. സരിത ചതയ്ക്കുമ്പോഴേക്ക് കനലാക്കാം, തീയാക്കാം. നമുക്ക്
നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഇട്ട് നമ്മുടെ ഇറച്ചി കഴുകി വാല വെച്ചതാണ് കേട്ടോ. നിങ്ങൾ വെക്കുന്നവർ ഇത് ചട്ടിക്ക് പകരം കുക്കറിലേക്ക് ഇടുക. അല്ല, ചട്ടിയിൽ വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം. നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക, വിറകടുപ്പിലായ കാരണം കൊണ്ട് ചട്ടിയിലിട്ടിട്ട് വിറകടുപ്പിൽ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഉള്ളി ചതച്ചതാണ് ആദ്യം തന്നെ ഇടുന്നു. ഉള്ളി നല്ലോണം എടുത്തിട്ടുണ്ട്. ഉള്ളിയാണ് വേണ്ടത്. പിന്നെ പച്ചമുളകല്ല, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ഞാൻ അരിഞ്ഞിടാട്ടോ ചെയ്യണേ. ഇതൊക്കെ ഇട്ടു. ഇനി അടുത്തതായിട്ട് 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാ. അതെ, ഇത് ആ റെസിപ്പിയിൽ ഇല്ല. പിന്നെ കറിവേപ്പില, അത് കഴിഞ്ഞാൽ പൊടികൾ ഇട്ട് തുടങ്ങാം. മഞ്ഞൾപ്പൊടി, ഇനി സാധാരണ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇത് ഭയങ്കര എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കുറവിട്ടത്. കാശ്മീരി മുളക് പൊടി ഒരു 2-2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അടുത്തത് കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടാം. 2 സ്പൂൺ ഇട്ടോ, കുഴപ്പമില്ല. അല്ല, സ്പൂൺ കണക്ക് നോക്കണ്ട കേട്ടോ, അത് ആ കുട്ടി സ്പൂണാണേ. ചെറിയ സ്പൂൺ. അടുത്തായിട്ട് മല്ലിപ്പൊടി. ഇനി മല്ലിപ്പൊടി ഇടുന്നു ഒരു 1.5 ടീസ്പൂൺ ഇടാം. ഇനി ഗരം മസാലപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇല്ല കേട്ടോ. അടുത്തതായിട്ട് ഇടാൻ പോണത് ഉലുവയാണ് കേട്ടോ. ഉലുവ കുറച്ചിട്ട്, ആരും കാണാത്തത്. കുറച്ച് പെരിഞ്ജീരകം. ഇനി നമ്മൾ ഉപ്പ് പൊടി ഇടുന്നു. ഇനി വിനാഗിരി, അതായത് ചൊറുക്കാട്ടാ. ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ്, ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടാ. 3 ടീസ്പൂൺ കൂടുതൽ എടുത്താൽ. ഇനി നമ്മൾ ഇതിനെ കൈ കൊണ്ട് തിരുമ്മാൻ പോവാണ് കേട്ടാ. നന്നായിട്ട് തിരുമ്പണം. കുക്കറിലാകുമ്പോൾ സുഖമാണ് പരിപാടി. നമ്മളിനി അടപ്പത്ത് അതിനെ വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കണ്ടേ? നീ വെള്ളം ഒഴിക്കണം. കുക്കറിലാകുമ്പോൾ വെള്ളം ഒഴിക്കണ്ടേ? നന്നായി തിരുമ്മിയിട്ട് നല്ലോണം തിരുമ്മി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതിൽ വേവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കണം കേട്ടോ. അത്ര മതി. നമ്മൾ അടപ്പത്താണ് വയ്ക്കുന്നത്. അല്ല, ഈ വിറകടുപ്പിലല്ല വയ്ക്കുന്നത്. വിറകടുപ്പിൽ വയ്ക്കുന്നു കേട്ടോ. ഇതവിടെ കിടന്ന് വേവട്ടെ, കുറച്ച് സമയം എടുക്കും. ഞാൻ പോയിട്ട് കൈ സോപ്പിട്ട് എഴുകട്ടെ, അല്ലെങ്കിൽ വേഗം പോയി കഴിക്കും. ഞാൻ തീ നന്നായി കത്തിക്കട്ടെ. അപ്പോൾ സരിക്കിനി പതിൻ്റെ ചപ്പാത്തിക്ക് കുഴക്കണം. അതിനാണ് പോണത്. അതിനല്ല പോണേ, കൈ എഴുതാനാ പോണേ. അതെ, കൈ കഴുകി വന്നിട്ട് ചപ്പാത്തി കുഴച്ചു. ചപ്പാത്തി കുഴക്കാൻ പോവാട്ടാ. ഞാൻ ആ സമയത്ത് നാളികേരം അരിയാൻ പോവാ. ഇഷ്ടം പോലെ പപ്പായ ഉണ്ടായിരുന്നല്ലോ അവിടെ. പപ്പായ ഇട്ടിട്ടുള്ള ചപ്പാത്തി വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. ആ ശരിയാ, എല്ലാവരുടെ വീട്ടിലും പപ്പായ ഉണ്ട്. അല്ല, ചെറിയേട്ടൻ്റെ പപ്പമരം വീണ കാരണേ. എല്ലാ സ്ഥലത്തും മഴയുണ്ട്, നമ്മുടെ അവിടെ മഴയില്ല. തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര മഴയുണ്ടെന്ന് പറഞ്ഞു. കന്യാകുമാരിയിലെത്തിന്ന് പറഞ്ഞു ന്യൂനമർദ്ദം. അല്ല, ഇത് കാലവർഷം ആണോ? കന്യാകുമാരിയിലെത്തി. നമ്മുടെ അവിടേക്ക് എത്തുന്നില്ലേ. കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ഉരുളി. പിന്നെ കാലത്തിലേക്ക് ആക്കി മാറ്റി നമ്മൾ. ഇങ്ങനെയുള്ള പാചകം ഭയങ്കര രസമാണ്. വൈകുന്നേരങ്ങളിലേ ഇങ്ങനെ ഉള്ള പാചകം ഭയങ്കര രസമാണെന്ന് പറയാ. നാളികേരത്തിൽ കൂടിട്ട് സരിതായി. നാളികേരം എന്തോരം തിന്നാലും മതിയാവില്ല ചേട്ടാ. നല്ലതല്ലേ അത്. അയക്കി ഇടേണ്ട സമയമാകുമ്പോഴേക്കും ചേട്ടൻ പാകത്തിനുള്ള അയക്കിക്കോളും. അങ്ങനൊരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് തിന്നാനായിട്ട് വേറെ സാധനം കൊണ്ടുവന്നിട്ട്, അണ്ടി ചൂടാനായിട്ടുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ട്. തൊട വേണ്ട സാധനം. ഇങ്ങനത്തെ കള്ളർ ഷാപ്പിലും ഇതൊക്കെ നാളികേരം കൊത്തും ബീഫ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞില്ലേ, നാളികേരം കഴിയുന്നത് അറിയില്ല. നമ്മുടെ ഇറച്ചി വെച്ചിട്ട് അല്പസമയമായിട്ടാണ്. അപ്പം നമുക്ക് ഇത് തിളയിലേക്ക് വന്ന് തുടങ്ങിയിട്ടാകട്ടെ. ഇതൊരു 85% വേവണം അല്ലേ സരിത? അതല്ലേ പറഞ്ഞത്? അയ്യോ, തെറിച്ചു. നമ്മുടെ ഇറച്ചി തിളച്ചുടങ്ങിയിട്ട് തന്നിട്ടേ നോക്കിയേ. നല്ല മണല്ലേ. ആ, അടിപൊളി മണം കേട്ടാ. നോക്കിയാ കണ്ട ഇളക്കാനായിട്ട് മഴ തുടങ്ങി.
നമ്മളിപ്പോൾ അത് വെച്ചിട്ട് 40 മിനിറ്റോളായിട്ടാണ് ഏകദേശം വേവിലിക്കൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി മൂടിയിട്ടിട്ട് നമുക്ക് തുറന്നിടാം. പരത്തിയിട്ടിടാൻ വേറെ പ്ലേറ്റ് വേണം കേട്ടാ. അതരാ ഇത് വെന്തുണ്ടോ നോട്ടെ ഇറച്ചി. നമുക്ക് ഉപ്പും ഇറച്ചി വെന്തുണ്ടോ നോട്ടെ. സരിത ചപ്പാത്തി അവിടെ പരത്താൻ പോവാണ് കേട്ടാ. ഇത് സുഖമില്ല, നമ്മളിങ്ങനെ നിന്നിട്ട് പരത്തിയിട്ടേ. ഇത് അവിടെ നിന്നിട്ട് പരത്തിക്കോ? നിന്നിട്ട് എവിടെ വെച്ചിട്ട് പരത്താനാ? ഇപ്പം ഇറച്ചിയിലേ ഒരു 80-85% വേവായിട്ടാ. ഇനി എന്താ ചെയ്യുന്നത് സരിതത്? ദൂറിലേക്ക് മാറ്റണം ഇനി. ആ ഇനി നമുക്ക് ഈ ഉരുളിയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ പെയ്തുട്ടാ. അതെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഉരുളിന്ന് കുറച്ച് നേരം കുഴച്ച് ഇത് വെച്ചിട്ട് ചപ്പാത്തിയുടെ ഇത് കഴുകിയെടുക്കണം. നമ്മുടെ ഇറച്ചി ഒരു 80-85% വേവായിട്ടാ. അപ്പോൾ നമുക്ക് ഇത് ഇറക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലായാലും ഇങ്ങനെയാണ് വെച്ചിട്ട് ഇതാക്കാട്ടാ. എന്നിട്ട് നമ്മൾ ഇതൊരു ഉരുളിയിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് കാച്ചാനായിട്ടൊരു പാത്രം അടുപ്പത്തേക്കിന് നമ്മുടെ ഉരുളി ചൂടായി. നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു സ്വൽപ്പം ഉലുവീര കേട്ടോ. സ്വൽപ്പം ഉലുവീരണല്ലോ. നേരത്തെ ഉലുവിട്ടുണ്ടായിരുന്നു മറ്റേത് ഉലുവ. ഈ ഉലുവ പരിപാടി ആര് പറഞ്ഞത്? അല്ല അവർ അതിൽ പറയുന്നതാണല്ല. സാധാരണ മീനിലാണല്ലോ ഉലുവ ചേർക്കുക. ഇറച്ചിയിൽ ഉലുവ പിന്നെ തക്കാളിയും ഈ നാളികേരക്കൊത്താണ് നമ്മുടെ വക നമ്മൾ ആഡ് ചെയ്യണത് കേട്ടാ. സരിതിക്ക് അങ്ങനെ ചപ്പാത്തി പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കണ കഷ്ടപ്പാടുകൾ നിന്ന് പരത്തേണ്ട കാര്യമുള്ളൂ അല്ലേ. നിന്നിട്ടാക്കാനാണെങ്കിൽ തിണ്ണാമലിക്ക് അപ്പോൾ ഹൈറ്റ് കുറയില്ലോ. നമ്മുടെ ഉലുവ മൂത്തു. അപ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇടുന്നു. വേപ്പില അതിൻ്റെ ഒപ്പം കറിവേപ്പില. അതങ്ങടെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കലത്തിലത്തെ ഇറച്ചി കൂട്ടാല്ലേ അത് ഇരിക്കാണ്ട് ശരിയാണ്. ശരി ഇത് ഇളക്കാം. ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് എയിമായി വരണം കേട്ടോ. ഇനി എനിക്ക് നാളികേരക്കൊത്ത് ചേർത്തോട്ട് തരുതേ. ചേർത്തോ. അതേ നാളികേരക്കൊത്ത് ഇത്ര അധികം വേണ്ടാട്ടാ. ഇതിപ്പോ ഇറച്ചിയേക്കാളും കൂടുതലുണ്ട്. പക്ഷെ ഭയങ്കര രസമായിരിക്കും. അയ്യോ ഇത്ര അധികം വേണ്ട ചേട്ടാ. നോക്കിയോട്ടെ പകുതി ഇട്ടാ മതിയോ. ബാക്കി നമുക്ക് എടുത്തു വെക്കാം. ചിക്കൻ വെക്കണേല അങ്ങനെ ഇടാം. അല്ല ഇതിപ്പോ ഇത് മുങ്ങി പോകും. ഏയ് അധികമായാലും പൊട്ടയല്ലേ. ഇതിനാണ് ഇടിപിടി കൂടാ. മനസ്സിലായ കുറച്ചുകൂടി ഇടാല്ലേ. ശരിക്കും ഇങ്ങനെ വെക്കണേല് നെയ്യ് വേണം. കുറച്ചുകൂടി ഉപ്പ് ഇടണം കേട്ടാ. ഉപ്പ് കുറവ് തന്നെയാണ്. അതെ കുഴപ്പമില്ല. കുക്കറിലാണ് നമ്മൾ വേവിക്കണമെന്ന് വെച്ചെങ്കിലേ ഒരു സാധാരണ വേവണേനേക്കാൾ ഒരു 1-2 വിസിൽ കുറവിലെടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഉരുളിയിൽ ഇപ്പം ചെയ്ത പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കാം. നാളികേരക്കൊത്തൊക്കെ ഓപ്ഷണലാണ്. ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഇതിലിപ്പോൾ ഈ നാളികേരക്കൊത്ത് അധികമൊന്നുമല്ല കേട്ടാ. ഇതേ ഇങ്ങനെ നമ്മളിതിൽ മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വയ്ക്കൊന്നും വേണ്ട. ഇത് ഇനി വേവണ്ടേ? ഈ നാളികേരക്കൊത്ത് ഞാൻ ഇതൊന്ന് കഴിക്കുന്നുണ്ട്. ജഗു വന്നു, പുക വന്നു. എന്തൊക്കെ നമ്മൾ ദോശ അടുപ്പത്ത് വെച്ചു. അല്ല ദോശയല്ല, ചപ്പാത്തി ആക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു. നമ്മുടെ ഇതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ അടുപ്പിൽ ഇത്രയ്ക്കധികം തീ വേണ്ട കേട്ടോ. അത് പാകത്തിന് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ദോശയുടെ ഇതില്ലേ അത് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇതിനെടുത്തിട്ട് അപ്പുറത്തേക്ക് വയ്ക്കാം. പതുക്കെ ചെയ്യാൻ മതി. ഇതിൽ നല്ല കനലുണ്ടായി. അപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കാം. സരിത ചപ്പാത്തി പരത്തിയത് ഇത്രയ്ക്ക് ആയിട്ടാണ്. ഒട്ടി പിടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ് അവള്. ഒട്ടി പിടിക്കാൻ പാടില്ല എന്ന് ചേട്ടനോട് പറഞ്ഞെങ്ങനെയാ? അത് നിന്ന് എടുക്കുമ്പോ സൂക്ഷിച്ചെടുത്തോന്നാ പറഞ്ഞത്. ഫസ്റ്റത്തെ ചപ്പാത്തി പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ചപ്പാത്തിയോട്? ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞ അങ്ങനെ? അതെ ഞാൻ പറഞ്ഞത്. ഞാനും തുടിക്ക് പറഞ്ഞേ വെറൈറ്റി ബീരിമ്പിൻ്റെയാണ്. നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ആയിട്ടാ.
മഴ വലിയ കാര്യമായില്ല അല്ലേ? ഏയ് നെക്സ്റ്റ് ചപ്പാത്തി. നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ലാസ്റ്റാണ്. ചേട്ടാ ഇറച്ചി നോക്കിയേ അടിപൊളിയായിട്ടാ. ഒന്നും ചെയ്യാനില്ല. വരട്ടിയെടുക്കാൻ വേണമെങ്കിൽ ആ അപ്പോൾ ഇവിടെ എന്തുണ്ടല്ലേ? പിന്നെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കുറച്ച് മുറുക്കം തോന്നി. ചേട്ടൻ പറയണത് എന്ത് പിന്നെ ഞാൻ ഇത്രയ്ക്ക് സമയത്തില്ല. എന്തോരം സമയം ഇന്നലെ എപ്പോൾ തുടങ്ങിയതാ പരിപാടി. നമുക്ക് ഇറക്കാൻ പോകണം കേട്ടാ. ഇറക്കാൻ പോവാണ്. അമ്മ ഇരുന്നോട്ടെ. അല്ല ഇവിടുന്ന് കഴിക്കണ്ടേ? ഇത് നിർത്താൽ മതി. ഇവിടെ നിന്ന് തന്നെ എടുത്താൽ മതിയാ. അവിടെ ഇതിന് ഇരുന്നോട്ടെ. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തേ. കരി. അയ്യോ മറിച്ചത് കരിഞ്ഞു. ആ ചേട്ടൻ അതെനിക്ക് ശ്രദ്ധിക്കില്ല. പ്ലേറ്റ് എടുക്ക്. പ്ലേറ്റിലേക്ക് ഇറച്ചി ഇടാം. ഇതാണ്ട ചപ്പാത്തി ഇങ്ങനെയാക്കി ബാഗ് എടുത്ത് തരുത്. പരിപാടി കഴിഞ്ഞു. അതെ നമ്മളെ ഇറച്ചി എടുക്കാൻ പോവാണ്. ഒരു മിനിറ്റ്. ഞാൻ 2 ചപ്പാത്തി. എത്ര ചപ്പാത്തിയാണ് സരിതയ്ക്ക്? 2 എണ്ണം. ഇതെനിക്ക് ആ എനിക്കെടുക്ക്. ആ പ്ലേറ്റ് എടുക്ക്. അല്ല എനിക്ക് ഈ കിണ്ണത്തിൽ മതി. അതെ ഇത് ചേട്ടൻ എടുത്തോ. അവിടെ വെച്ചോ. നാളികേരം കൊത്ത് സരിതയിൽ കുറവായി. എനിക്ക് നാളികേരം കൊത്ത് കൂടുതൽ വേണം. അപ്പോൾ കട നാളികേരം കൊത്ത് ഇപ്പോൾ അത് മുഴുവടാന്ന് പറഞ്ഞ ഞാൻ അത് ഇനി അതിലിടാലോ. അല്ല ഉള്ളത് മതി. എന്നാ അപ്പോൾ കഴിക്കാൻ കേട്ടാ. എരിവുണ്ടല്ലോ. ഒരു തൈര് മുളക് പൊടിയല്ലോ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി. പിന്നെ ചേട്ടൻ മുളക് പൊടി വേറെ ഇട്ടാ? ഞാൻ തൊട്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തേ ഓരോ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ബില്ല് അതിൻ്റെ പടമൊക്കെ ഇട്ടിട്ട് ഓരോതിടും. പറ്റിച്ചു തല്ലിപ്പൊടി ഭക്ഷണം ഭയങ്കര വില അങ്ങനെയാണെന്ന് പറഞ്ഞേ. അപ്പോൾ ആളുകൾ കമൻറ്റ് ഇടുന്നത് മെയിനായിട്ട് എന്തിട്ടെന്ന് അറിയിക്കും. അവരവർക്ക് വീട്ടിൽ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പാചകം ചെയ്ത് കഴിച്ചാൽ പോരെ. നമ്മൾ എത്ര സമയമായി പണി തുടങ്ങിയിട്ട്. അതാണെങ്കിൽ ഒരു പണി കൊടുക്കണ്ട. അവിടെ ചെന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടോ മോനെ? മനസ്സിലായ? അത് ശരിയാ. പണിയെടുക്കാൻ തയ്യാറായാൽ നല്ല ഫുഡ് കഴിക്കാം. 5 മണിക്ക് തുടങ്ങി കേട്ടോ ഞങ്ങളുടെ പരിപാടി. അപ്പോൾ സമയം 9 മണി. 4 മണിക്കൂർ. ഇത് പക്ഷെ കുക്കറിലാണ് വേവിച്ചു വേഗം കഴിഞ്ഞേനെ അല്ലേ? നാളികേരല്ലേ തൊട്ട് കൊടുത്താൽ മതി. ഭയങ്കര ചൂടാ. ആ പച്ചമുളക് ഭയങ്കര എരിവുള്ളതാണോ ദൈവമേനി? പിന്നെ ഇനി ഇത്ര എരിവന്നേ? ഇല്ല എരിവില്ല. നിങ്ങളൊന്നും ഒന്നും ഉണ്ടല്ലോ. പാകത്തിനുള്ള എരിവുള്ളോ? ആണോ? അപ്പം എൻ്റെ വായിൽ തൊലി പോയിട്ടുണ്ടെന്നുണ്ട്. അതാവും എനിക്ക് ഭയങ്കര എരിവ് തോന്നണേ. ആ നാളികേര കൊത്തിനാണ് വേണോന്നാ? അയ്യോ സോറി. അടിപൊളി ഉലുവിട്ടിട്ടുള്ള ബീഫ് കറി ആദ്യമായിട്ട് കഴിക്കുന്നത്. ഒരു കുഴപ്പമില്ലല്ലോ. ഉലുവയുടെ ഒരു പ്രത്യേക മണം കിട്ടും. അറിയില്ല. നിങ്ങൾക്ക് പനി ഇപ്പം മാറിയിട്ടുള്ള അതിൻ്റെ വായ കഴിക്കണമെന്ന് പറഞ്ഞില്ല. അതാ ഇപ്പോൾ ഇളകി പോകുന്നുണ്ടാ? അപ്പം നിർത്താടാ. ഞങ്ങൾ കഴിക്കട്ടത് മഴ തുള്ളിടങ്ങി. ഇന്നത്തെ ഞായറാഴ്ച ഈ ആഴ്ച ധന്യമായി.